പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ഉള്ളത് റിയാദ് പ്രവിശ്യയുടെ ഭാഗമായിട്ടുള്ള സുൽഫിയിലാണ് കേട്ടോ. ഇവിടെ ഏതാണ്ട് 4 നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു കോട്ടയുടെ വിശേഷം കാണിച്ചത്. കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്ന നഫൂദ് മരുഭൂമിയും തുവൈക്ക് മലനിരകളും സംഗമിക്കുന്ന സുൽഫിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ആത്മാഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുകയാണ് ഈ ഗ്രാമം. 4 നൂറ്റാണ്ട് മുൻപ് തനത് നജദിയൻ വാസ്തുവിദ്യയിൽ ചെളിയും കല്ലും മരങ്ങളും ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഗ്രാമം. സുൽഫി പ്രദേശത്ത് മനുഷ്യർ സ്ഥിരതാമസം തുടങ്ങിയതായി കണക്കാക്കപ്പെടുന്നത് ഈ ഗ്രാമത്തിൽ നിന്നാണ്. മരുഭൂമിയുടെ കാഠിന്യതയോട് സമരസപ്പെടാൻ രൂപകൽപ്പന ചെയ്ത തനത് നജദിയൻ വാസ്തുവിദ്യയുടെ വ്യക്തമായ ഉദാഹരണമാണ് അൽക്ക ഗ്രാമം. അലങ്കാരപ്പണികൾ തീർത്ത പുരാതന മൺവീടുകളുടെ അവശിഷ്ടങ്ങളും കോട്ടമതിലുകളുടെ ശേഷിപ്പുകളും ഇവിടെ കാണാനാകും. റിയാദിൽ നിന്ന് അൽ ഖസീമിലേക്കും തിരിച്ചും അതുപോലെ ഹജ്ജിനും ഉംറക്കുമൊക്കെയായി യാത്ര പോകുന്നവരുടെ പ്രധാന ഇടത്താവളമായിരുന്നു അൽക്ക ഗ്രാമം. ഇത്തരത്തിൽ എത്തിച്ചേരുന്നവരെ സ്വീകരിക്കാൻ അക്കാലത്ത് അൽക്ക ഗ്രാമത്തിൽ പ്രത്യേകം ഓഫീസ് വരെ പ്രവർത്തിച്ചതായി ചരിത്രരേഖകളിൽ കാണാം. അൽ ഫർഹൂദ് കുടുംബം തങ്ങളുടെ സ്വാർത്ഥ പരിശ്രമത്തിലൂടെയാണ് പൈതൃക ഗ്രാമത്തിന്റെ പുനരുജ്ജീവ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. 2009 ലാ ഇത്തിഹാദ് എന്ന പേരിൽ ഒരു മേള സംഘടിപ്പിക്കപ്പെട്ടു. ഇതോടെ ഗ്രാമത്തെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് നാന്ദി കുറിച്ചു. അൽ സുൽഫി മുനിസിപ്പാലിറ്റിയുടെ കൂടി സഹകരണത്തോടെ അതിവിപുലമായി നടത്തപ്പെട്ടു. ഇതോടെ സുൽഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമായി അൽക്ക ഗ്രാമം മാറി. ഒരു രക്ഷയില്ല കേട്ടോ. സുൽഫിയോ പരിസര പ്രദേശങ്ങളിലൊക്കെ വരുന്ന ആളുകളുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ്.